കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഭഗവാൻ നമ്മളെ ഭക്തരെ എല്ലാവരും കാണാനായിട്ട് അനുഗ്രഹിക്കാനായിട്ട് നിൽക്കണതെന്ന് നോക്കാൻ പോണ്ടേ. ആദ്യം തന്നെ കിഴക്ക് ഭാഗത്തെ മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് അങ്ങനെ വന്ന് നമ്മൾ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. അതിനുശേഷം നമ്മൾ നേരെ ഗോപുരവാതിൽ കടന്നകത്തേക്ക് ഇങ്ങനെ വരാം. അങ്ങനെ വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും അതിൻ്റെ മുകളിലുള്ള കേശവൻ്റെ 2 കൊമ്പുകളും മഹാലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് വാതിൽപ്പടി കയറുമ്പോൾ ഇടതേ ഭാഗത്തുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠവും ആ കിടാവിളക്കൊക്കെ കാണാം. അതൊക്കെ ഒന്ന് കണ്ട് നമസ്കരിക്കാം. വലതേ ഭാഗത്തുള്ള ആദ്യത്തെ തൂണും നോക്കിയിട്ടൊന്ന് തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുക. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രസമായിട്ടുള്ള ഒരു കാഴ്ച. ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാനുണ്ട്. ഇന്നിപ്പോൾ കാല് പിണച്ച് വെച്ച് നിൽക്കുക. അപ്പോൾ 2 കാൽപാദങ്ങളും ആ കാൽത്തളകളും അണിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കി മുകളിലേക്ക് ഇങ്ങനെ നോക്കിയ ഒരു പട്ടുകോണകം, ചുവന്ന പട്ടുകോണകം ഇങ്ങനെ അണിഞ്ഞിട്ടുണ്ട്. അരമണി ചാർത്തിയിട്ടുണ്ട്, കിങ്ങിണി ചാർത്തിയിട്ടുണ്ട്. ആ കിങ്ങിണിയുടെ ഇതൊക്കെ ഇങ്ങനെ ഞാന്ന് കിടക്കുന്നുണ്ട്. പിന്നെ മുകളിലേക്ക് നോക്കിയാൽ കഴുത്തിൽ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, അതിൻ്റെ നടുക്ക് ഒരു ഗോപീതിലകം അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ കാതിൽ ചെവിപ്പൂക്കളുണ്ട്. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ സ്വർണ്ണഗോപിയും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ നല്ല മന്ദഹാസത്തിലാണ്. അങ്ങനെ ആ 2 കൈ കൊണ്ടും കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട് 2 കൈ കൊണ്ടും കൂടി ആ പൊന്നോടക്കുഴൽ ഇങ്ങനെ എടുത്ത് വായിക്കുകയാണ്. അപ്പോൾ ആ വേണുഗോപാലനായിട്ടാണ്, ആ വേണു ഊതി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു പുഞ്ചിരിയുള്ള മുഖത്തോട് കൂടിയിട്ടാണ് ഇന്നിപ്പോൾ ഉണ്ണിക്കണ്ണൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നത്. തിരുനെറ്റിയിൽ ആ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. കളഭം കൊണ്ടൊരു പീരി ചാർത്തിയിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ള ചാർത്താണ്. അങ്ങനെ തിരുമുടിമാലകൾ 2 ഉണ്ട്. തെച്ചിയും തുളസിയായിട്ടുള്ളൊന്നും, പിന്നെ വെളുത്ത പൂവായിട്ടൊന്നും. പിന്നെ ഉണ്ടമാലയാണ്. ഉണ്ടമാല ഒരു എണ്ണുള്ളത്, അതൊരു വനമാല പോലെ. അതായത് തെച്ചിപ്പൂവ് ധാരാളം, തുളസിപ്പൂവ് ധാരാളം, അങ്ങനെ തെച്ചി തുളസിയായിട്ട് ഇങ്ങനെ കുറച്ച് നല്ല വലുപ്പത്തിൽ. വലിയ തടിയൊന്നും ഇല്ലാത്തൊരു ഉണ്ണി കേട്ടോ. നല്ല ചെറിയൊരു ഉണ്ണി എന്ന് പറയാം. എന്നാൽ നല്ല ശ്രീത്തുള്ളൊരു ഉണ്ണി എന്ന് പറഞ്ഞില്ലേ, അങ്ങനെയാണ്. എങ്ങനെയായാലും ഇപ്പോൾ ഗുരുവായൂരപ്പനും ഉണ്ണിക്കണ്ണനും ശ്രീത്തല്ലാതിരിക്കില്ലല്ലോ. അപ്പോൾ ആ ഒരു കാഴ്ചയാണ്. അപ്പോൾ നല്ല രസമായിട്ടുള്ള ആ ഒരു കാഴ്ച. പിന്നെ മുകളിൽ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകൾ ഇങ്ങനെ തുളസി ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കാണാനുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ് എന്നങ്ങോട്ട് വിചാരിക്കുക. എല്ലാവരും, നമ്മളെല്ലാവരും സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് കാണുന്ന കാഴ്ചയാണ് 2 കാലും പിണച്ച് വെച്ച് തൃക്കൈയിൽ പൊന്നോടക്കുഴലും എടുത്ത് അങ്ങനെ മന്ദഹസിച്ചിട്ട് പൊന്നോടക്കുഴലിങ്ങനെ വിളിക്കുകയാണ്, വേണുഗാനം പൊഴിക്കുകയാണ്. ആ ഒരു കാഴ്ച അപ്പോൾ എല്ലാവരും കണ്ടു തൊഴുതോളൂ. ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അങ്ങനെ അവിടെ തൊഴുത് ഇറങ്ങി നേരെ നമ്മൾ കാണുന്നത് അഗ്നികോളിലുള്ള ബലിക്കല്ലും തിടപ്പള്ളിയൊക്കെ കണ്ട്, അതേപോലെ അലിലക്കണ്ണനെയും സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഗണേശൻ്റെ അടുത്ത് വന്ന് ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക, സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് അവിടുന്ന് അങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴാം. ഇന്നലെ ഇപ്പോൾ മത്സ്യാവതാരമായിരുന്നു, മിനിഞ്ഞാന്ന് കൂർമാവതാരമായിരുന്നു, ഇന്നിപ്പോൾ ഉണ്ണിക്കണ്ണനാണ്. അങ്ങനെ ഓരോ ദിവസങ്ങളും മാറി 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 ഇങ്ങനെ വരുന്നു. അങ്ങനെ അവിടുന്ന് മേൽശാന്തി അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നീട് വാമന രൂപവും ആ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കാണാം. അതൊക്കെ കണ്ട് അനന്തശായിയായ അനന്തപത്മനാഭനെയും കണ്ട് തൊഴുത്
ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ടു തൊഴാം. പിന്നീട് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹത്തെ കാണാം. അതൊന്ന് കണ്ടു തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് നമ്മൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ശ്രീകൃഷ്ണനും മുരുകനും ഒക്കെ കണ്ടു തൊഴാം. അങ്ങനെ അത് കഴിഞ്ഞ് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കുക. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ടു തൊഴുത് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ടു തൊഴാം. പിന്നീട് അങ്ങനെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് താമരക്കണ്ണനെ, കൽപ്പകോക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ, കിഴക്ക് വശത്തേക്ക് നോക്കിയാൽ കൊടിമരമൊക്കെ കാണാം. അതൊക്കെ കണ്ടിങ്ങനെ വന്ന് മണിക്കിണറും നൃത്താറിയൊക്കെ കണ്ട് തൊഴുതങ്ങനെ വന്ന് കുറൂരമേനി നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുതങ്ങനെ വരാം. അങ്ങനെ വന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇങ്ങനെ വന്നാൽ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് എടത്തരികത്തുകാവിലെ ഭഗവതിയുടെ അടുത്തേക്ക് വരാം. ഭഗവതിയെ കണ്ട് തൊഴുക. അങ്ങനെ ഭഗവതിയുടെ അടുത്ത് വന്ന് കണ്ട് തൊഴുക. സർവമംഗള മാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ കണ്ട് തൊഴുക. വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി നിന്ന് മമ്മിയൂർ പോയി തൊഴുന്ന പോലെ സങ്കല്പിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുക. അങ്ങനെ തൊഴുത് അവിടെ നിന്ന് ഇങ്ങനെ പ്രദക്ഷിണമായിട്ട് വന്ന് കൊടിമരത്തിൻ്റെ അവിടെ വരിക. അവിടെ വന്ന് വീണ്ടും നമുക്ക് പൊന്നോട കുഴലൂതി നിൽക്കുന്ന വേണുഗോപാലിനെ കണ്ട് നമസ്കരിക്കാം. അങ്ങനെ കൂത്തമ്പലത്തിൽ വന്ന് നമസ്കരിച്ച് അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് പ്രദക്ഷിണം ചെയ്ത് അവിടെ നിന്ന് ഇങ്ങനെ വന്ന പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് ഇങ്ങനെ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തേക്ക് വരിക. രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കാണാം. അതിനുശേഷം നമ്മളിങ്ങനെ അനലക്ഷ്മി ഹാളിൻ്റെ അധീനം ഇങ്ങനെ വന്നാൽ നാരായണാലയത്തിൽ വന്നിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഭഗവതി നടയിലും കിഴക്ക് വശത്തുള്ള വലിയ ദീപസ്തംഭത്തിൻ്റെ മുന്നിൽ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കി തൊഴാം. പിന്നെ തെക്ക് ഭാഗത്തേക്ക് വന്ന് തെക്കേ നടയിലുള്ള കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീദേവിനും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.